Chapter 7 Employment Growth, Informalization and Other Issues. Workers and Employment. First, what is economic activities? Activities which contribute to the gross national product are called economic activities. Gross national product like contribute in economic activities. All those who are engaged in economic activities are called workers. Economic activities like economic activities like contribute to workers and the nature of employment in India is multifaceted. Some get employment throughout the year, some others get employment only a few months in a year. Many workers do not get fair wages for their work. At the same time, all those who are engaged in economic activities are included as employed. അതായത് എല്ലാവർക്കും ഒരേപോലെയല്ല തൊഴിൽ ലഭിക്കുന്നത്. ചിലർക്ക് വർഷം മുഴുവൻ തൊഴിൽ ലഭിക്കും, ചിലർക്ക് മാസത്തിൽ കുറച്ച് ദിവസം. സം അതേഴ്സ് എംപ്ലോയിഡ് ഫോർ ഓൺലി എ ഫ്യൂ മന്ത്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ കുറച്ച് മാസങ്ങളൊക്കെ ആയിരിക്കും തൊഴിൽ കിട്ടുന്നത്. മെനി വർക്കേഴ്സ് ഡു നോട്ട് ഗെറ്റ് ഫെയർ വേജസ് ഫോർ ദ വർക്ക്. ഒത്തിരി ആൾക്കാർക്ക് ശരിയായിട്ടുള്ള ഒരു വേതനം കിട്ടുന്നില്ല. At the same time, all those who are engaged in economic activities are included as employed. പക്ഷേ ഈ വേതനം കുറഞ്ഞാലും ഇവരെല്ലാവരും ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു. ഇവരെല്ലാവരും എംപ്ലോയിഡും ആണ്. ഇനി പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെൻറ്റ്. പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെൻറ്റ്. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ is an indicator which is used for analyzing the employment situation in the country. This ratio is useful in knowing the proportion of population that is actively contributing to the production of goods and services of a country. Worker population ratio എന്ന് പറയുന്നത് it is an indicator, ഇതൊരു സൂചകമാണ്, which is used for analyzing employment situation in the country. രാജ്യത്തെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നതിനുള്ളൊരു സൂചകമാണ്. ദിസ് റേഷ്യോ ഈസ് യൂസ്ഫുൾ ഇൻ നോയിങ് ദി പ്രപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ഈസ് ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓഫ് എ കൺട്രി. ഈ റേഷ്യോ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദിസ് റേഷ്യോ ഈസ് യൂസ്ഫുൾ ഫോർ നോവിങ് ദ പ്രപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ ഒരു അനുപാതം ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓഫ് എ കൺട്രി. രാജ്യത്തിൻ്റെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ അതിലേക്ക് സംഭാവന ചെയ്യുന്നവരുടെ ഒരു പോപ്പുലേഷൻ, ഒരു പ്രപ്പോർഷൻ മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇഫ് ദ റേഷ്യോ ഈസ് ഹയർ, ഈ റേഷ്യോ കൂടുതലാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് എൻഗേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഈസ് ഗ്രേറ്റർ. ഇത് തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഇഫ് ദ റേഷ്യോ ഫോർ എ കൺട്രി ഈസ് മീഡിയം ഓർ ലോ, it means that a very high proportion of its population is not involved directly in economic activities. ഈ റേഷ്യോ മീഡിയം അല്ലെങ്കിൽ ലോ കുറവാണെങ്കിൽ, ഈ റേഷ്യോ കുറവാണെങ്കിൽ very high proportion of its population not involved directly in economic activities. വലിയൊരു റേഷ്യോ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. To know the worker population ratio for India, divide the total number of workers in India by the population in India and multiply it by 100. ഈ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കിട്ടാനായിട്ട് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഡിവൈഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ബൈ ദ പോപ്പുലേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. അതാണ് ഇതിൻ്റെ റേഷ്യോ കിട്ടാനായിട്ടുള്ള equation. Total number of workers divided by population into 100. Compared to female, more males are to be working. ഫീമെയിലിനെ അപേക്ഷിച്ച്, സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സെൽഫ് എംപ്ലോയിഡ് ആൻഡ് ഹയേർഡ് വർക്കേഴ്സ്. സെൽഫ് എംപ്ലോയിഡ് ആൻഡ് ഹയേർഡ് വർക്കേഴ്സ്. Workers who own and operate an enterprise to earn their livelihood are known as self-employed. Workers who own and operate an enterprise to earn their livelihood. Example, cement shop owner. അത് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട്
ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ്, സ്വന്തമായിട്ട് തുടങ്ങി അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സെൽഫ് എംപ്ലോയിഡ്, സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു. കാഷ്വൽ വെയ്ജ് ലേബറേഴ്സ് ആർ കാഷ്വലി എൻഗേജ്ഡ് ഇൻ അതേഴ്സ് ഫാം ഇൻ റിട്ടേൺ ഗെറ്റ് എ റെമ്യൂണറേഷൻ ഫോർ ദി വർക്ക് ഡൺ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, കാഷ്വൽ വെയ്ജ് ലേബറേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫാമിൽ ജോലിക്ക് പോകുന്നു, അവർക്ക് എല്ലാ ദിവസവും വേതനം കിട്ടുന്നു. ഗെറ്റ് റെമ്യൂണറേഷൻ ഫോർ ദ വർക്ക് ഡൺ, ദിവസക്കൂലി കിട്ടുന്നു. എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. എ വർക്കർ ഈസ് എൻഗേജ്ഡ് ബൈ സംവൺ or an enterprise and paid his or her wages on a regular basis. They are known as regular salaried employees. Example, civil engineers. A worker is engaged by someone or an enterprise and paid his or her wages on a regular basis. അവർക്ക് കൃത്യമായിട്ട് റെഗുലർ ബേസിസിൽ കൃത്യമായിട്ട് അവർക്ക് സാലറി കിട്ടുന്നു. അവർക്ക് മാസം അവർക്ക് കൃത്യം സാലറി കിട്ടുന്നു. അവരുടെ ആ വർക്കേഴ്സിൻ്റെ ശമ്പളത്തിന് പറയുന്ന പേരാണ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ്. എക്സാമ്പിൾ സിവിൽ എഞ്ചിനീയേഴ്സ്. നെക്സ്റ്റ് ഈസ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഫേംസ്, ഫാക്ടറീസ് ആൻഡ് ഓഫീസസ്. എംപ്ലോയ്മെൻറ്റ് ഇൻ ഫേംസ്, factories and offices. Generally, we divide all economic activities into 8 different industrial division. നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റീസിലെ 8 ഇൻഡസ്ട്രിയൽ ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. നമ്പർ 1 അഗ്രികൾച്ചർ, നമ്പർ 2 മൈനിങ് ആൻഡ് ക്വാറിങ്, നമ്പർ 3 മാനുഫാക്ചറിങ്, 4 ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, അടുത്തത് കൺസ്ട്രക്ഷൻ, 6 ട്രേഡ്, 7 ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, അടുത്തത് സർവീസസ്. അപ്പോൾ വി ഡിവൈഡ് ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ടു 8 ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ ഡിവിഷൻ. അപ്പോൾ കൃഷി, മൈനിങ് ആൻഡ് ക്വാറിങ്, മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ, ട്രേഡ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ആൻഡ് സർവീസസ്. ദീസ് ഡിവിഷൻസ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ടു 3 മേജർ സെക്ടേഴ്സ്. ഈ ഡിവിഷനെ നമുക്ക് 3 മേജർ സെക്ടേഴ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പ്രൈമറി സെക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ് 1. ഇപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിലാണ് വരുന്നത്, പ്രാഥമിക മേഖല. സെക്കൻഡറി സെക്ടർ വിച്ച് ഇൻക്ലൂഡ് 2, 3, 4, 5. 2 എന്ന് പറയുന്നത് മൈനിങ് ആൻഡ് ക്വാറിങ്, 3 മാനുഫാക്ചറിങ്, 4 ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, 5 കൺസ്ട്രക്ഷൻ. ഈ രംഗങ്ങളിലുള്ളവർ അല്ലെങ്കിൽ ഈ മേഖലകൾ സെക്കൻഡറി സെക്ടറിൽ വരുന്നു. ഇനി നെക്സ്റ്റ് ഈസ് സർവീസ് സെക്ടർ വിച്ച് ഇൻക്ലൂഡ്സ് ഡിവിഷൻ 6, 7, 8. 6, 7, 8 ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, സർവീസസ്. ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, സർവീസസ്. ഇതെല്ലാം ടേർഷറി സെക്ടറിലാണ് വരുന്നത്. പ്രൈമറി സെക്ടർ ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ മെജോറിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മെജോറിറ്റി ഓഫ് വർക്കേഴ്സും പ്രൈമറി സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. സെക്കൻഡറി സെക്ടേഴ്സ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു ഒൺലി അബൌട്ട് 24% ഓഫ് ദി വർക്ക് ഫോഴ്സ്. 24% വർക്ക് ഫോഴ്സിന് മാത്രമാണ് സെക്കൻഡറി സെക്ടറിൽ ജോലിയുള്ളൂ. അബൌട്ട് 27% ഓഫ് വർക്കേഴ്സ് ആർ ഇൻ ദ സർവീസ് സെക്ടർ. 27% ആളുകൾ സർവീസ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഗ്രോത്ത് ആൻഡ് ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് നമ്മൾ പറഞ്ഞു ഡിവിഷൻ ക്യാൻ ബി ക്ലബ്ഡ് ഇൻ ടു 3 മേജർ സെക്ടേഴ്സ്. പ്രൈമറി സെക്ടേഴ്സ് അഗ്രികൾച്ചർ, സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് 2, 3, 4, 5. ടേർഷറി സെക്ടർ വിച്ച് ഇൻക്ലൂഡ്സ് 6, 7, 8. പ്രൈമറി സെക്ടറാണ് മെജോറിറ്റി വർക്കേഴ്സും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. സെക്കൻഡറി സെക്ടറിൽ 24% ആളുകളും 27% ആളുകൾ സർവീസ് സെക്ടറിലുമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ 2, 3, 4, 5 ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാം. ഏതൊക്കെയാണ്? 2 മൈനിങ് ആൻഡ് ക്വാറിങ്, 3 മാനുഫാക്ചറിങ്, 4 ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, 5 കൺസ്ട്രക്ഷൻ. സർവീസ് സെക്ടറിൽ 6, 7, 8 ആണ്. 6 എന്ന് പറയുന്നത് ട്രേഡ്, 7 ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, സർവീസസ്, 8 സർവീസാണ്. നെക്സ്റ്റ് ഈസ് ഗ്രോത്ത് ആൻഡ് ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഡ്യൂറിങ് ദ പീരീഡ് 1950 to 2010, gross domestic product of India grew positively and was higher than the employment growth.
അതായത് 1950-2010 കാലഘട്ടത്തിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോ പോസിറ്റീവ്ലി, GDP പോസിറ്റീവായിട്ടാണ് വളർന്നുകൊണ്ടിരുന്നത്. ആൻഡ് വാസ് ഹയർ ദാൻ ദി എംപ്ലോയ്മെൻറ്റ് ഗ്രോത്തിനേക്കാൾ കൂടുതലായിരുന്നു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ വളർച്ച. ഇൻ ഇന്ത്യൻ ഇക്കോണമി വിത്തൗട്ട് ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് we have been able to produce more goods and services. Scholars refers to this phenomena as jobless growth. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയിൽ വിത്തൗട്ട് ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാതെ we have been able to produce more goods and services. എംപ്ലോയ്മെൻറ്റിൻ്റെ വളർച്ച കൂടാതെ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്കോളേഴ്സ് ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ജോബ്ലെസ് ഗ്രോത്ത്. Development strategies in many countries, including India, have aimed at reducing the proportion of people depending on agriculture. പല രാജ്യങ്ങളിലെയും ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിൽ ലക്ഷ്യം വയ്ക്കുന്നത് റെഡ്യൂസിങ് ദ പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചർ, കൃഷിയെ ആശ്രയിച്ച് വരുന്ന ആളുകളുടെ പ്രപ്പോർഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഓവർ ദി ലാസ്റ്റ് 4 decades 1970-2012 people have moved from self-employment and regular salaried employment to casual wage workers. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഓവർ ദി ലാസ്റ്റ് 4 decades 4 പതിറ്റാണ്ടുകളായിട്ട് 1972 തൊട്ട് 2012 വരെയുള്ള കാര്യം നോക്കിയാൽ പീപ്പിൾ ഹാവ് മൂവ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഒരു സ്വയം തൊഴിൽ നിന്നും റെഗുലർ സാലറിഡ് എംപ്ലോയ്മെൻറ്റിൽ നിന്നും ആളുകൾ ക്യാഷ്വൽ വേജ് വർക്കിലേക്ക് ആണ് മൂവ് ചെയ്യുന്നത്. സ്കോളേഴ്സ് കോൾ ദി പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് regular salaried employment to casual wage work as casualization of workforce. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. അതായത് പീപ്പിൾ ഹാവ് മൂവ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയ്മെൻറ്റ് ടു കാഷ്വൽ വേജ് വർക്ക്. സ്കോളർ കോൾ ദിസ് പ്രോസസ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. നെക്സ്റ്റ് ഈസ് informalization of Indian workforce. One of the objective of development planning in India since India's independence have been provide decent livelihood to its people. ഏത് ഡെവലപ്മെൻറ്റ് പ്ലാൻ, ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ് പ്ലാനിൻ്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഹാവ് ബീൻ പ്രൊവൈഡ് ഡെസൻറ്റ് ലൈവ്ലിഹുഡ് ടു ഇറ്റ്സ് പീപ്പിൾ, ജനങ്ങൾക്ക് ശരിയായ ഒരു ജീവിത നിലവാരം കൊടുക്കുക. It has been envisaged that the industrialization strategy would bring surplus workers from agriculture to industry with better standard of living as in developed countries. It has been envisaged that industrialization strategy would bring surplus workers from agriculture to industry with better standard of living as in developed countries. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ സ്ട്രാറ്റജിയുടെ ഫലമായിട്ട് അഗ്രികൾച്ചർ സെക്ടറിലെ സർപ്ലസ് ലേബറേഴ്സിനെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് കൊണ്ടുവന്നാൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നൽകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇക്കോണമിസ്റ്റ് ആർഗ്യൂസ് ദാറ്റ് ക്വാളിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഹാസ് ബീൻ ഡിറ്റീരിയോറേറ്റിംഗ്. എംപ്ലോയ്മെൻ്റ് ക്വാളിറ്റി കുറയുകയാണ്. ദ ഗവൺമെൻറ് ത്രൂ ഇറ്റ്സ് ലേബർ ലോ enable them to protect their rights in various way. The government through its labor law തൊഴിൽ നിയമങ്ങൾ വഴി enable them to protect their rights, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ട് പല വഴികൾ നോക്കുന്നു. This section of the workforce forms trade union, bargain with the employers for better wages and other social security measures. അപ്പോൾ ദിസ് സെക്ഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്താണ്? ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കുന്നു, ബാർഗെയിൻ വിത്ത് എംപ്ലോയേഴ്സ് ഫോർ ബെറ്റർ വേജസ്,
കൂടുതൽ ശമ്പളം കിട്ടാനായിട്ട് അവർ ബാർഗെയിൻ ചെയ്യുന്നു. ആൻഡ് അതർ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. വി ക്യാൻ ക്ലാസിഫൈ വർക്ക് ഫോഴ്സ് ഇൻ ടു 2 categories: വർക്കേഴ്സ് ഇൻ ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടേഴ്സ്, ഓർ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. അപ്പോൾ നമുക്ക് വർക്ക് ഫോഴ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് വർക്കേഴ്സ് ഇൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, ഓർ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. All the public sector establishments and those private sector establishments which employ 10 hired workers or more are called formal sector. All the public sector establishments and those private sector establishments which employ 10 hired workers or more are called formal sector. All other enterprises and workers working in those enterprise ഫോം ദി ഇൻഫോർമൽ സെക്ടർ. അപ്പോൾ ഫോർമൽ സെക്ടറിൽ ഈ പബ്ലിക് സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറിൽ ചില കുറച്ച് വർക്കേഴ്സ് മാത്രമാണ് ഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം ഇൻഫോർമൽ സെക്ടറിലാണ്. ഓൾ അതർ എൻ്റർപ്രൈസസ് ആൻഡ് വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദോസ് എൻ്റർപ്രൈസ് ഫോം ദി ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടർ ഇൻക്ലൂഡ്സ് മില്യൺസ് ഓഫ് ഫാമേഴ്സ്, agricultural laborers, owners of small enterprises, and self-employed who do not have any hired workers. It also includes all non-farm casual wage laborers such as construction workers and headload workers, etc. ഇപ്പോൾ ഇൻഫോർമൽ സെക്ടേഴ്സിൽ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഫാർമേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചർ ലേബറേഴ്സ് ഉണ്ട്, ഓണേഴ്സ് ഓഫ് സ്മോൾ എൻ്റർപ്രൈസസ് ഉണ്ട്, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ആൻഡ് സെൽഫ് എംപ്ലോയിഡ് ഹു ഡു നോട്ട് ഹാവ് എനി ഹയർഡ് വർക്കേഴ്സ്. അവർ സ്വന്തമായിട്ട് ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നു. അതിൽ നോൺ ഫാം കാഷ്വൽ വെയ്റ്റ് ലേബറേഴ്സ് സച്ചസ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഹെഡ് ലോഡ് വർക്കേഴ്സ്, അത് അവരെല്ലാവരും ഈ പറയുന്ന ഇൻഫോർമൽ സെക്ടറിൽ വരുന്നതാണ്. ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ഫോർമൽ സെക്ടർ എൻജോയ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ദേ ഓൺ മോർ ദാൻ ദോസ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ. അതായത് ഫോർമൽ സെക്ടറിലെ ആളുകൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ദേ ഓൺ മോർ ദാൻ ദോസ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ. അവർക്ക് ഇൻഫോർമൽ സെക്ടറിലെ ആളുകളേക്കാൾ ശമ്പളവും എല്ലാം സുരക്ഷിതത്വവും എല്ലാം കൂടുതലുണ്ട്. വർക്കേഴ്സ് ആൻഡ് എൻ്റർപ്രൈസസ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ ഡു നോട്ട് ഗെറ്റ് റെഗുലർ ഇൻകം. വർക്കേഴ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ, അവർക്ക് റെഗുലറായിട്ടുള്ളൊരു വരുമാനമില്ല. ദേ ഡു നോട്ട് ഹാവ് എനി പ്രൊട്ടക്ഷൻ ഓർ റെഗുലേഷൻ ഫ്രം ദി ഗവൺമെൻറ്. അവർക്കൊരു പ്രൊട്ടക്ഷനോ ഒരു സുരക്ഷിതത്വമോ ഗവൺമെൻറ്റിൽ നിന്നൊരു റെഗുലേഷനോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. വർക്കേഴ്സ് ആർ ഡിസ്മിസ്ഡ് വിത്തൗട്ട് എനി കോമ്പൻസേഷൻ. വർക്കേഴ്സിനെ വെറുതെ പിരിച്ചുവിടാം. ടെക്നോളജി യൂസ്ഡ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ എൻ്റർപ്രൈസ് ഈസ് ഔട്ട്ഡേറ്റഡ്. ഇൻഫോർമൽ സെക്ടറിലെ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആണ്. ദേ ഓൾസോ ഡു നോട്ട് മെയിൻറ്റെയിൻ എനി അക്കൗണ്ട്സ്. അവരുടെ സാലറിയുടെ കാര്യത്തിലൊന്നും ഒരു അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. വർക്കേഴ്സ് ഓഫ് ദിസ് സെക്ടർ ലീവ് ഇൻ സ്ലംസ്. അവരുടെ ജീവിതം ചേരികളിൽ ആണ്. ദേ ഡു നോട്ട് ഹാവ് എനി സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സോ അങ്ങനെയുള്ള യാതൊരു ബെനിഫിറ്റ്സും അവർക്ക് ഇല്ല. നെക്സ്റ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. Unemployment is a situation in which people are able and willing to do work at the prevailing wage rate, but they do not get any job from the labor market. Unemployment എന്ന് പറയുന്നത് ജനങ്ങൾ തൊഴിൽ ചെയ്യാൻ തയ്യാറാണ്, പ്രിവെയിലിംഗ് വേജ് റേറ്റിന് അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ബട്ട് ദേ ഡു നോട്ട് ഗെറ്റ് എനി ജോബ്. അവർക്കൊരു ലേബർ മാർക്കറ്റിൽ അവർക്കൊരു തൊഴിലും കിട്ടാൻ ഇല്ല. Economists define unemployed person as one who is not able to get employment of even 1 hour in half a day. Economists define unemployment ചെയ്യുന്നത് person as who is not able to get employment. ദിവസത്തിലെ ഒരു പകുതി ഹാഫ് ഡേ പോലും ജോലി കിട്ടാത്തവരെ അൺഎംപ്ലോയിഡ് എന്നാണ് പറയുന്നത്. There are 3 sources of data on unemployment. 3 തരത്തിലുള്ള സോഴ്സസ് ഉണ്ട് അൺഎംപ്ലോയ്മെൻറ്റിന്. റിപ്പോർട്ട്സ് ഓഫ് സെൻസസ് ഓഫ് ഇന്ത്യ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSO, റിപ്പോർട്ട്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഡേറ്റ ഓഫ് രജിസ്ട്രേഷൻ വിത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്. ഇതൊക്കെ
അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ കിട്ടുന്നതിന് ഉള്ള സോഴ്സസാണ്. ഇനി ഇക്കോണമിസ്റ്റ് കോൾ അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യൻ ഫാംസ് ആസ് ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇക്കോണമിസ്റ്റ് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യൻ ഫാംസിൽ പ്രിവെയിൽ ചെയ്തിരിക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇസ് എ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ വിച്ച് ദർ ആർ പീപ്പിൾ ഹു ആർ വിസിബിളി എംപ്ലോയിഡ് ബട്ട് ആർ ആക്ച്വലി അൺഎംപ്ലോയിഡ്. അവിടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശരിക്കും കാണുക ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ആക്ച്വലി അവർ അൺഎംപ്ലോയിഡ് ആണ്. പ്രച്ഛന്ന തൊഴിൽ രാഹിത്യം. അതായത് ഇപ്പോൾ 3 പേര് ചെയ്യേണ്ട ജോലി 5 പേര് കൂടി ചെയ്യുന്നു. അപ്പോൾ ആ 2 പേര് അവിടെ ഡിസ്കസ്ഡ് അൺഎംപ്ലോയിഡ് ആണ്. ഇനി സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഒക്കേഴ്സ് വെൻ പീപ്പിൾ ആർ അൺഎംപ്ലോയിഡ് അറ്റ് certain ടൈംസ് ഓഫ് ദി ഇയർ. അതായത് വർഷത്തിൽ കുറച്ച് ചില സമയങ്ങളിൽ അവർക്ക് തൊഴിലില്ല. ദിസ് ഈസ് ഓൾസോ എ കോമൺ ഫോം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവൈലിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രിവൈൽ ചെയ്തിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അൺഎംപ്ലോയ്മെൻ്റ് ആണ്. എക്സാമ്പിൾ വർക്കേഴ്സ് ഇൻ അഗ്രികൾച്ചർ, ടൂറിസം. ഇപ്പോൾ കൃഷിക്കൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്താണ് തൊഴിലുള്ളൂ. ടൂറിസം മേഖലയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ഗവൺമെൻറ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് played an important role in generating employment or creating opportunities for employment generation. Union and state government, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും played important role generating employment ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് പലതരത്തിൽ ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ദ ഗവൺമെൻറ് എംപ്ലോയീസ് people in various departments for administrative purpose. It also runs industries, hotel, transport companies, and hence provide employment directly to workers. Government also creates employment in private sector through indirect way. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് പീപ്പിൾ ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. ഗവൺമെൻറ് തൊഴിൽ സൃഷ്ടിക്കാനായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റ് വഴി അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനൊക്കെ ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് റൺ ചെയ്യുന്നുണ്ട്, ഹോട്ടൽ റൺ ചെയ്യുന്നുണ്ട്. ഹെൻസ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഡയറക്ട്ലി ടു വർക്കേഴ്സ്. ഗവൺമെൻറ് ഓൾസോ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ ത്രൂ ഇൻഡയറക്റ്റ് വേ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് തൊഴിൽ സൃഷ്ടിക്കുന്നുണ്ട്. മെനി പ്രോഗ്രാംസ് ദാറ്റ് ദി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് aimed at alleviating poverty are through employment generation. ഗവൺമെൻറ്റിൻ്റെ പല പ്രോഗ്രാമും ലക്ഷ്യം വയ്ക്കുന്നത് പോവർട്ടി ഇറാഡിക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് വഴി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഓൾ ദീസ് പ്രോഗ്രാംസ് എയിം അറ്റ് പ്രൊവൈഡിങ് നോട്ട് ഓൺലി എംപ്ലോയ്മെൻറ്റ് ബട്ട് ഓൾസോ സർവീസസ്. ഈ പ്രോഗ്രാംസ് എല്ലാം എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ബട്ട് ഓൾസോ സർവീസസ് ഇൻ ഏരിയ സച്ച് എസ് പ്രൈമറി ഹെൽത്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ, റൂറൽ ഡ്രിങ്കിങ് വാട്ടർ, ന്യൂട്രീഷൻ, അസിസ്റ്റൻസ് ഫോർ പീപ്പിൾ ടു ബൈ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് അസറ്റ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോഗ്രാംസ് എല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് പ്രൊവൈഡിങ് നോട്ട് ഓൺലി എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല സർവീസസും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിലാണ്? പ്രൈമറി ഹെൽത്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, ഗ്രാമീണ മേഖലയിലെ ശുദ്ധജലം എത്തിക്കുക, ന്യൂട്രീഷൻ കൊടുക്കുക, അസിസ്റ്റൻസ് ഫോർ പീപ്പിൾ ടു ബൈ ഇൻകം, ടു ബൈ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് അസറ്റ്. അതൊക്കെ വാങ്ങിക്കാനുള്ള ധനസഹായവും എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് അസറ്റ് വാങ്ങിക്കാനുള്ള സഹായങ്ങളെല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. താങ്ക് യു.